എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലെയറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പ്രഷർ കുക്കറിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് അരി ഒന്ന് കുതിർത്ത് വെക്കണം. ഞാൻ ജീരകശാല അരി അല്ലെങ്കിൽ കൈമ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ അരി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. അരി കഴുകുമ്പോൾ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 3-4 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കുക. ആ വെള്ളം ഒന്ന് വെളുത്ത് വരുന്നിടം വരെ കഴുകിയെടുക്കണം. അപ്പോൾ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് അരി മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ച് അതൊന്ന് കുതിരാനായിട്ട് വെക്കാം. ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചേക്കണം. ഇനി നമുക്കിതിലേക്കുള്ള ചിക്കൻ റെഡിയാക്കാം. ഞാനൊരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് അരപ്പ് പുരട്ടി അങ്ങനെ ഒരുപാട് നേരം വെച്ചൊന്നുമില്ല. ജസ്റ്റ് അരപ്പ് പുരട്ടി കൊടുത്തിട്ട് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചെറിയ പീസായിട്ട് ചിക്കൻ കട്ട് ചെയ്യുക, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇത് ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി ഈ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ബിരിയാണി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പ്രഷർ കുക്കർ വെച്ച് കൊടുക്കുക. അതിനകത്തോട്ട് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ നെയ്യും എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു തക്കോലം, ഒരു 3-4 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ബേ ലീഫ്, ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 5-6 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സവോള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് ഈ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നിടം വരെ. ഇപ്പോൾ പൊടിയൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു ചെറിയ തക്കാളിയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി വല്ലാണ്ട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് കട്ടയുടച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴുകി വെള്ളം വാർന്ന് വെച്ച അരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അരിയും ചിക്കനും എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് നേരമൊന്നും വേണ്ട, കുറച്ച് നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് മുന്നേ നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും നല്ല പാകത്തിനുള്ള ഉപ്പാവുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുക്കർ മൂടി വെച്ച് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. വിസിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല. 10 മിനിറ്റ് കറക്റ്റായിട്ട് വെച്ചാൽ മതിയാവും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് അങ്ങനെ തന്നെ കുറച്ച് നേരം ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള പ്രഷറൊക്കെ ഒന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ താഴേന്ന് മുകളിലോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിഭാഗത്തൊന്നും ഒട്ടും കരിഞ്ഞു പിടിച്ചിട്ടുമില്ല. ഈ അരി ഇങ്ങനെ നമ്മൾ കയ്യിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. അതുപോലെ തന്നെ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടുമില്ല. ഇതൊന്ന് ചെറുതായിട്ട് തണുത്ത് കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി നന്നായിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്.
ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്